ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ 3ാം ചാപ്റ്റർ കണ്ടിന്യൂവേഷനാണ് നോക്കുന്നത്. നമ്മൾ 2 വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വീഡിയോ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഓക്കെ. സവാൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആർ അറേഞ്ചിങ് ദ ബാഡ്ജസ്. സവാനും അവൻ്റെ ഫ്രണ്ട്സും ബാഡ്ജസ് അറേഞ്ച് ചെയ്യാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ കേസിൽ ഒരു ബാഡ്ജസിൻ്റെ കേസ് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. മക്കൾക്ക് അത് ഓർമ്മയില്ലേ? നോക്കിയേ, നമ്മൾ കുറേ ബാഡ്ജസ് ഉണ്ടാക്കി. ആദ്യത്തെ ബാഡ്ജിന് നമ്മൾ കളർ കൊടുത്തു. രണ്ടാമത്തെ ബാഡ്ജിൽ എന്താ പറയുക 50 to 95 വരെയുള്ള, അതായത് 50 to 95 വരെയുള്ള നമ്പേഴ്സ് 5 വെച്ച് കൗണ്ട് ചെയ്ത് നമ്മൾ ആഡ് ചെയ്ത് എഴുതി. രണ്ടാമത്തെ ബാഡ്ജിൻ്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്തു? 2 മൈനസ് ചെയ്തിട്ടാണ് എഴുതിയത്. 78 72 കുറച്ച് 76ഉം 76 2 കുറച്ച് 74, അങ്ങനെ നമ്മൾ 60 വരെ എഴുതി അല്ലേ? ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബാഡ്ജസിൻ്റെ കേസ് തന്നെയാണ് നമ്മൾ പറയുന്നത്. സവാനും അവൻ്റെ ഫ്രണ്ട്സും ബാഡ്ജസ് അറേഞ്ച് ചെയ്യാണ്. ദേ അറേഞ്ച്ഡ് 50 ബാഡ്ജസ്. അവൻ എന്ത് ചെയ്തു? 50 ബാഡ്ജസ് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? 50ക്ക് ശേഷമുള്ള ബാഡ്ജസ് അവർക്ക് കൗണ്ട് ചെയ്യണം. ദേ ആർ കൗണ്ടിങ് ദ റിമൈനിങ് ബാഡ്ജസ്. അവർ ബാക്കിയുള്ള ബാഡ്ജ് കൗണ്ട് ചെയ്യണം. 50 and 1 is 51. 51 and 1 is 52. അവരെങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് നോക്കിക്കോ. 50 50 50നോട് 1 കൂട്ടി 51 കിട്ടി. 51നോട് 1 കൂട്ടി 52 കിട്ടി. ഇനി എന്ത് ചെയ്യും? 52നോട് 1 കൂട്ടി 53 കിട്ടും. 53യോട് 1 കൂട്ടി 54 കിട്ടും അല്ലേ? മനസ്സിലായോ? നിവേദ് എഴുതിയത് ഇങ്ങനെയാണ്. 50ന് ശേഷമുള്ള 50ക്ക് ശേഷമുള്ള നമ്പേഴ്സ് നിവേദ് കൗണ്ട് ചെയ്തെടുത്തത് ഇങ്ങനെയാണ്. 50നോട് 1 കൂട്ടി 51 കിട്ടി. 51നോട് 1 ആഡ് ചെയ്തു 52 കിട്ടി. 52നോട് 1 ആഡ് ചെയ്തു 53 കിട്ടി. 53നോട് 1 ആഡ് ചെയ്തു 54 കിട്ടി. ഇനി ബാക്കി ഇതുപോലെ നിങ്ങൾ എഴുതാൻ വേണ്ടി അവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ നിവേദ് എവിടെ എഴുതി നിർത്തിയത്? 53 + 1 = 54ലാണ് നിർത്തിയത്. ഇനി ബാക്കി നമ്മൾ എങ്ങനെ എഴുതും? ടീച്ചർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഏറ്റവും കോർണറിലായിട്ട് നോക്കുക. ആദ്യം മക്കൾ എഴുതുക, എന്നിട്ട് മാത്രം ടീച്ചർ എഴുതിയത് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ടീച്ചർ എപ്പോഴും പറയുന്നത് പോലെ. അപ്പോൾ 54 + 1 55, 55 + 1 56, 56 + 1 57, 57 + 1 58, 58 + 1 59, 59 + 1 60. ഒന്നുകൂടെ പറയാം. 54 + 1 55, 55 + 1 56, 56 + 1 57, 57 + 1 58, 58 + 1 59, 59 + 1 60. ഇങ്ങനെയാണ് ആര് കൗണ്ട് ചെയ്തത്? നിവേദ്. അതായത് 50നോട് 1 കൂട്ടി 51 കിട്ടി. അതിനോട് 1 ആഡ് ചെയ്തു. പിന്നെ കിട്ടുന്നതിനോട് വീണ്ടും 1 ആഡ് ചെയ്തു. അങ്ങനെയാണ് ആർക്ക് കിട്ടിയത്? നിവേദിന് കിട്ടിയത്. നമ്മൾ ഒന്നുകൂടെ പറയുന്ന മക്കളെ, എല്ലാവരും ടീച്ചറെ കൂടെ പറഞ്ഞോ. എല്ലാവരും പറയണം. 50 + 1 = 51. 51 + 1 = 52. 52 + 1 53. 53 + 1 54. 54 + 1 55. 55 + 1 56. 56 + 1 57. 57 + 1 58. 58 + 1 59. 59 + 1 60. ഇങ്ങനെയാണ് ആരെഴുതിയത്? നമ്മുടെ നിവേദ് എഴുതിയത്. ഇനി സഫ എഴുതിയത് ഇങ്ങനെയല്ല. സഫ റോട്ട് ആൻ അനദർ വേ. സഫ മറ്റൊരു രീതിയിലാണ് എഴുതിയത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. 50 + 1 51. ഫസ്റ്റ് ലൈൻ രണ്ടാളും ഒരുപോലെ എഴുതി അല്ലേ? 15നോട് 1 കൂട്ടി സഫക്ക് 51 കിട്ടി. ഇനിയോ സഫ കണ്ടത് എങ്ങനെയാണെന്നറിയോ? ഇനി 51നോടല്ല സഫ 1 കൂട്ടിയത്. സഫ എന്താ ചെയ്തത്? 50നോട് തന്നെ 2 കൂട്ടി. 50 + 1 51, 50 + 2 52, 50 + 3 53, 50 + 4 54, 50 + 5 55, 50 + 6 56, 50 + 7 57, 50 + 8 58, 50 + 9 59, 50 + 10 60. ഇങ്ങനെയാണ് ആർക്ക് കിട്ടിയത്? സഫക്ക് കിട്ടിയത്. ഓക്കെ, സഫ ഇങ്ങനെയാണ് ചെയ്തത്. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ 15നോട് ഡയറക്റ്റ് 1 to 10 ആഡ് ചെയ്തിട്ടാണ് ആര് ചെയ്തത്? സഫ അടുത്ത ബാഡ്ജസിൻ്റെ കൗണ്ട് ഉണ്ടാക്കിയത്. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ്, ദേ അറേഞ്ച്ഡ് 60 ബാഡ്ജസ്. അവരാകെ മൊത്തം എത്ര ബാഡ്ജസ് അറേഞ്ച് ചെയ്തു?
60 ബാഡ്ജസ് അറേഞ്ച് ചെയ്തു. ഈച്ച് സെഡ് 60 ഇൻ ഡിഫറെൻറ്റ് വേ. ഓരോരാളും 60 പല രീതിയിലാണ് പറഞ്ഞത്. ആദ്യത്തെ ആൾ പറഞ്ഞു 50+10. 50+10 എത്രയാണ്? 60 ആണ്. രണ്ടാമത്തെ കുട്ടി പറഞ്ഞു 6 10s ആണ് അല്ലേ, അതായത് 6 10s ഉണ്ട് ഇതിൽ 60യിൽ. അടുത്ത ആൾ പറഞ്ഞു 51 and 1 ടുഗെദർ. 51നോട് 1 ആഡ് ചെയ്താൽ മതി, എന്നാൽ എന്ത് കിട്ടും? 60 കിട്ടും. അടുത്ത കുട്ടി പറഞ്ഞു 15നോട് 5 ആഡ് ചെയ്യുക, എന്നിട്ട് അതിനോട് വീണ്ടും എന്ത് ചെയ്യുക? ഒരു 5 ആഡ് ചെയ്യുക. 50+5+5 ആണ് എന്തെന്ന്? 60 എന്ന് പറഞ്ഞു. മറ്റേ കുട്ടി എന്താ പറഞ്ഞാൽ അറിയോ? ലാസ്റ്റ് കുട്ടി 10 less than 70. 70 എന്ത് കുറച്ചാൽ മതി? 10 കുറച്ചാൽ മതി അല്ലേ? 70 10 മൈനസ് ചെയ്താൽ മതി. എന്നാൽ എന്ത് കിട്ടും? 60 കിട്ടും. അപ്പോൾ പലരും പല രീതിയിലാണ് എന്ത് പറഞ്ഞത്? 60 എന്ന നമ്പർ കൗണ്ട് ചെയ്തത്. അപ്പോൾ ഇനി നമുക്കൊന്ന് നോക്കിയാലോ? നോക്കിയേ, ഇതാ പല രീതിയിൽ നമുക്ക് എന്ത് എഴുതണം? 60 ഒന്ന് എഴുതണം. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തത് ഇങ്ങനെയാണ്: ബിറ്റ്വീൻ 59 and 61. 59നും 61നും ഇടയിലാണ്. അതായത് 59നും 61നും ഇടയിലാണ് എന്തെന്ന്? 60. 59+1 ആണ് 60 അല്ലേ? 59നോട് 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 60 കിട്ടും. 10 more than 50. 50നോട് 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 60 കിട്ടും. ഇനി ടീച്ചർ കുറച്ച് രീതിയിൽ എഴുതിയിട്ടുണ്ട്. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. എന്ത് കിട്ടിയാൽ മതി? നമുക്ക് 60 ആൻസർ ആയിട്ട് കിട്ടിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പം നമുക്കൊന്ന് എഴുതി നോക്കാം. ടീച്ചർ എഴുതുന്നത് നോക്കിക്കോ. ബാക്കി മക്കളെ രീതിയിൽ എഴുതാം. ഒന്ന് ചെക്ക് ചെയ്താൽ മതി 60 തന്നെയാണോ കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ടീച്ചർ എങ്ങനെയാണ് ചെയ്യുന്നത്. 70 - 10. 70ന്ന് 10 കുറച്ചാൽ മതി. ഇനി 50+10 എന്താണ്? 60 ആണ്. 55+5 എന്താണ്? 60 ആണ്. 58+2 എന്താണ്? 60 ആണ്. 30+30 എന്താണ്? 60 ആണ്. 40+20 എന്താണ്? 60 ആണ്. 80ന്ന് 20 മൈനസ് ചെയ്താൽ എന്താണ്? 60 ആണ്. 90 - 30 എത്രയാണ്? 60 ആണ്. 100 - 40 എത്രയാണ്? 60 ആണ്. ഓക്കെ, ദെൻ 57+3 എത്രയാണ്? 60. 54+4 എത്രയാണ്? 60. 54+6 എത്രയാണ്? 60. 53+7 എത്രയാണ്? 60. 52+8 എത്രയാണ്? 60. ദെൻ 51+9 എത്രയാണ്? 60. ഇതൊന്നും അല്ല കേട്ടോ, എന്നും കിട്ടും. നമുക്ക് പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? 60 എഴുതാൻ വേണ്ടി പറ്റും. അതായത് പല നമ്പേഴ്സിൻ്റെ അഡീഷനായിട്ടും പല നമ്പേഴ്സിനെ മൈനസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 60 എന്ന നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള കുറച്ച് രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക? 60 കണ്ടുപിടിക്കുക. എല്ലാവരും നമ്പേഴ്സ് കൊണ്ട് കളിക്കാൻ പഠിച്ചവരാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് എന്ത് കിട്ടും? വളരെ ഈസി ആയിട്ട് കിട്ടും. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ്, ക്ലീൻ ഹൗസ്. സീ ദ ലിസ്റ്റ് ഓഫ് 5 ഹൗസസ്. മക്കൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് വെച്ച് തുടങ്ങിയതാണെന്ന് ഓർമ്മ വേണം. നമ്മൾ എന്ത് നടത്തി? നമ്മുടെ ചാപ്റ്ററിൽ എന്താ പറയുന്നത്? വലിയറ ഗ്രാമപഞ്ചായത്തിലെ ക്ലൻലിനെസ് കോമ്പറ്റീഷൻ ആണെന്ന് ഓർമ്മ വേണം കേട്ടാ. അപ്പോൾ സീ ദ ലിസ്റ്റ് ഓഫ് 5 ഹൗസസ് വിച്ച് ഗോട്ട് ദ ഹയസ്റ്റ് മാർക്ക് ഇൻ ദ ക്ലീൻ ഹൗസ് കോമ്പറ്റീഷൻ. അതായത് നമ്മുടെ ക്ലീൻലിനെസ് കോമ്പറ്റീഷനിൽ ആദ്യത്തെ 5 പ്രൈസ് കിട്ടിയ നമ്മുടെ ഹൗസസിൻ്റെ പേര് ലിസ്റ്റാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഫൈൻഡ് ദ ഫസ്റ്റ് 5 പൊസിഷൻസ് ആൻഡ് റൈറ്റ് ഇൻ ദ ടേബിൾ. ടെക്സ്റ്റ് ബുക്കിലൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിൽ കുറച്ച് ഹൗസും ആ ഹൗസിൻ്റെ പേരുവേ കിട്ടിയ മാർക്കുവേ കൊടുത്തിട്ടുള്ളൂ. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ മാർക്ക് വെച്ചിട്ട് നമ്മളതിനെ ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നിങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം. നമുക്ക് നോക്കാം ആരാന്ന് ഫസ്റ്റ് പ്രൈസിൽ വരുന്ന. ടീച്ചർ അവിടെ ചെയ്തിട്ടുണ്ട്. മക്കൾ ആ രണ്ടാമത്തെ ടേബിൾ നോക്കാതെ ഒന്ന് ചെയ്ത് നോക്ക്. ആ ആദ്യത്തെ ടേബിളിൽ എന്താ കൊടുത്തിട്ടുള്ളത്? നീലാംബരി എന്ന ഹൗസിന് 89 മാർക്ക് അല്ലേ, 89 മാർക്സ്. ശ്രീപദം എന്ന ഹൗസിന് 68 മാർക്ക്. തണൽ എന്ന ഹൗസിന് 99 മാർക്ക്. അതിഥി എന്ന ഹൗസിന് 90 മാർക്ക്. മേഘാമൃതം എന്ന ഹൗസിന് 71 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ. നീലാംബരിക്ക് 89, ശ്രീപദത്തിന് 68, തണലിന് 99, അതിഥിക്ക് 90, മേഘാമൃതത്തിന് 71. ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേതിനാണ് മാക്സിമം മാർക്ക്? ആർക്കാണ് ഏറ്റവും നല്ല അടിപൊളി മാർക്ക് കിട്ടിയത്? ആർക്കാന്ന് നോക്കിയേ? തണൽ എന്ന വീട്ടിനല്ലേ അല്ലേ? തണൽ എന്ന വീടിനല്ലേ മാക്സിമം പോയിന്റ്സ് കിട്ടിയത്? എത്രയാണ് അവർക്ക് കിട്ടിയ പോയിന്റ്സ്? 99 എന്നാണ് അവർക്ക് കിട്ടിയ പോയിന്റ്സ് അല്ലേ. അപ്പം അതാണ് ടോപ്പ്. അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തെ രണ്ടാമത്തെ ആ കോളത്തിൽ ഫസ്റ്റ് പൊസിഷൻ, അതായത് 1
ഹൗസിൻ്റെ പേരെന്താ? തണൽ. എത്ര മാർക്ക് കിട്ടി? 99 എന്നിങ്ങനെ എഴുതണം. ടീച്ചർ അവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇനി രണ്ടാമതെന്താ? ശ്രീപദം. ആണോ? ശ്രീപദം എന്നാ ആദ്യത്തെ ടേബിളിൽ കൊടുത്തിട്ടില്ല. ആണോ? ശ്രീപദത്തിന് അത്രയും മാർക്കുള്ളൂ, 68 മാർക്കേ ഉള്ളൂ. അതാണോ സെക്കൻഡ് പ്രൈസ്? അല്ല. അപ്പൊ രണ്ടാമത്തെ വീട് ഏതാ? കണ്ടുപിടിച്ചേ ഏതിനാണ്? 99 കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തൊട്ട് താഴെ വരുന്ന മാർക്ക് 90 ആണല്ലേ? 90 കിട്ടിയ വീട് ഏതാണ്? അതിഥി എന്ന വീടിനാണ് എന്ത് കിട്ടിയത്? 90 മാർക്സ് കിട്ടിയത്. അതിഥി എന്ന വീടിന് എന്ത് കിട്ടി? 90 മാർക്സ് കിട്ടി. പിന്നെ നോക്കിയേ, നീലാംബരി എന്ന വീടിനല്ലേ പിന്നത്തെ പ്രൈസ് വരേണ്ടത്? 89 മാർക്ക് അല്ലേ? മേഘാമൃതത്തിന് 71, ശ്രീപദത്തിന് 68. അപ്പോൾ ടീച്ചർ ഓർഡറിൽ പറയാ, ഫസ്റ്റ് പൊസിഷൻ ഗോസ് ടു തണൽ വിത്ത് 99 മാർക്സ്, സെക്കൻഡ് പൊസിഷൻ ഗോസ് ടു അതിഥി വിത്ത് 90 മാർക്സ്, തേർഡ് പ്രൈസ് നീലാംബരി വിത്ത് 89 മാർക്സ്, ഫോർത്ത് പ്രൈസ് മേഘാമൃതം വിത്ത് 71 മാർക്സ് ആൻഡ് ഫിഫ്ത്ത് പ്രൈസ് ശ്രീപദം വിത്ത് 68 മാർക്ക്. ഇതാണ് കോമ്പറ്റീഷൻ്റെ വിന്നേഴ്സ്. ഹൗ മെനി മാർക്സ് ഡിഡ് ദ ഫസ്റ്റ് പ്രൈസ് ഗെറ്റ്? എത്രയാണ് ഫസ്റ്റ് പ്രൈസിന് കിട്ടിയ മാർക്ക്? പറഞ്ഞേ. തണലാണ് ഫസ്റ്റ് പ്രൈസ് വന്നത്. തണലിന് കിട്ടിയ മാർക്ക് എത്രയാ? 99 മാർക്ക്. ഡൗട്ടില്ലല്ലോ? ഇത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? അപ്പം മക്കൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കണേ. ടീച്ചർ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ, മക്കൾ തന്നെ കണ്ടുപിടിച്ച് ടീച്ചറെ പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണം. ടീച്ചർക്ക് തെറ്റിപ്പോയെങ്കിലോ? ഓക്കെ. അപ്പം മക്കൾ ഒന്ന് ശ്രദ്ധിക്കുക, ടീച്ചർ പറഞ്ഞത് ശരിയാണോ എന്നും കൂടി മക്കൾ എന്ത് ചെയ്യണം? നോക്കണം. എന്നിട്ട് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ് ഇടണം. ഓക്കെ. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റ് ഇടണം. ഓക്കെ. അപ്പോൾ അതൊക്കെ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഓക്കെ. ഇനി how many marks did the first prize get? 99 marks. How many more than the second prize? ഈ 99 മാർക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് പ്രൈസായ 90നേക്കാളും എത്ര കൂടുതൽ? സെക്കൻഡ് പ്രൈസ് കിട്ടിയത് 90 മാർക്കോട് കൂടിയല്ലേ? ആ സെക്കൻഡ് പ്രൈസിനെക്കാളും എത്ര കൂടുതലാണ് ഈ 99? എത്ര കൂടുതലാ? 9 മാർക്സ് കൂടുതൽ അല്ലേ? Then what is the difference between the marks of first and third prize? നോക്കിയേ, തേർഡ് പ്രൈസിന് കിട്ടിയത് 89 മാർക്സ്, ഫസ്റ്റ് പ്രൈസിന് കിട്ടിയത് 99 മാർക്സ്. ഈ രണ്ട് മാർക്ക് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 89നും തമ്മിൽ. ഫസ്റ്റ് പ്രൈസിന് 99 മാർക്ക് മക്കളെ, തേർഡ് പ്രൈസിന് നീലാംബരിക്ക് 89 മാർക്സ്. ഈ 89നും 99നും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? എത്ര മാർക്കാ? 10 മാർക്സ്. ഓക്കെ. അപ്പം 10ന്റെ ഡിഫറൻസ് അവിടെ ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇനി നോക്കിക്കോ, താഴെ കുറച്ച് കുട്ടികളെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹൗ മെനി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ? എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ നമ്പർ ലൈനിൽ, അല്ലെങ്കിൽ നമ്മുടെ നമ്പേഴ്സിൽ 1 to 100 വരെ നമ്മൾ എടുത്തു നോക്കിയാൽ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ? ആദ്യം അത് കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾക്ക് എന്തറിയണം? നമ്മുടെ നമ്പേഴ്സ് ഓർഡറിൽ അറിയണം. അതെല്ലാവർക്കും അറിയാം അല്ലേ? നമ്മൾ ആദ്യം പറയാം 1 2 3 4 5 6 7 8 9 10 ആണല്ലോ. അതിൽ 9 വരെയുള്ള നമ്പർ എന്ത് നമ്പറാണ് മക്കളെ? അതിന് ഒറ്റ ഡിജിറ്റ് മാത്രമല്ലേ ഉള്ളൂ, ഒരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. 10 തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10 തൊട്ടിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ 10 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ. അതാണ് ആ രണ്ടാമത്തെ കുട്ടി പറയുന്നത്. ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് 2 ഡിജിറ്റ് ഈസ് 10. 10 ആണ് 2 ഡിജിറ്റ് ഉള്ളതിൽ ഏറ്റവും ചെറുത്. അങ്ങനെയാണെങ്കിൽ 2 ഡിജിറ്റ് ഉള്ളതിൽ ഏറ്റവും വലുതേതാ? 10 കഴിഞ്ഞ് 11 12 13 14 15 അങ്ങനെ പോയിട്ട് 100 എന്ന് പറയുമ്പോൾ എത്ര നമ്പർ വരും മക്കളെ? 100 എഴുതി നോക്കിയ മക്കൾ. 100 അല്ലേ 100? 100 എന്ന് പറയുമ്പോൾ അതിൽ എത്ര നമ്പർ ഉണ്ട്? എത്ര എണ്ണമുണ്ട്? 3 എണ്ണമില്ലേ? അപ്പോൾ അത് 3 ഡിജിറ്റ് നമ്പർ അല്ലേ? അപ്പം നമുക്ക് 100ന് ഇതിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ 1 to 9 വരെയുള്ള നമ്പേഴ്സും പോയി, 100ഉം പോയി. അതായത് ടോട്ടൽ 10 സംഖ്യ അവിടെ കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഇൻ ടോട്ടൽ? 100 പോയി, 1 to 9 വരെയുള്ള 9 നമ്പേഴ്സും പോയി, ടോട്ടൽ 10 നമ്പേഴ്സ് പോയി. ഇനി ഇവിടെ 1 to 100ൽ എത്ര നമ്പർ ബാക്കിയുണ്ട് മക്കളെ? 90 നമ്പേഴ്സ് അല്ലേ? 90 ആണ് ആൻസർ. ആദ്യത്തെ കുട്ടി ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസർ എന്താണ്?
90. How many two digit numbers are there in total? എത്ര 2 digit numbers ഉണ്ട് ഇടാ അല്ലേ നമ്മുടെ നമ്പർ ലൈനിൽ. അപ്പം എന്താ ആൻസർ? 90. ഓക്കെ. ഇനി രണ്ടാമത്തെ കുട്ടി പറയുന്ന കാര്യം എന്താ? ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് 2 digit is 10. 2 digit ഉള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 10 ആണ്. ദെൻ ലാസ്റ്റത്തെ കുട്ടി പറയുന്ന 99 is the largest 2 digit number. 99 ആണെന്തെന്ന്? ഏറ്റവും വലിയ 2 digit നമ്പേഴ്സ് അല്ല നമ്പർ. മനസ്സിലായോ? ഇനി അമേയാസ് ഹൗസ് wants the first prize in the clean house competition. Got 99 marks. അമയുടെ വീടാണ് ഈ ക്ലീൻ ഹൗസ് കോമ്പറ്റീഷനിൽ വിൻ ചെയ്തത്. അവർക്ക് എത്ര മാർക്ക് കിട്ടി? തണൽ എന്ന വീടിന് എത്ര മാർക്ക് കിട്ടി? 99 മാർക്ക് കിട്ടി. എവ്രിവൺ വാസ് ഹാപ്പി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഓക്കെ. എന്നാൽ അമയെ അത്ര ഹാപ്പി അല്ല. അവൾ വിചാരിക്കുന്നേ, ഇഫ് ഐ ഗോട്ട് 1 മാർക്ക് മോർ, അല്ലേ, എനിക്കൊരു മാർക്കും കൂടി, അല്ലേ, നമുക്ക് എക്സാമിനൊക്കെ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ലേ, പക്ഷെ 1 മാർക്കും കൂടി ഉണ്ടെങ്കിൽ, അല്ലേ, അതുപോലെ ഇഫ് ഐ ഗോട്ട് 1 more മാർക്ക്, എനിക്ക് 1 മാർക്കും കൂടെ കിട്ടിയെങ്കിൽ, അല്ലേ, 99 കിട്ടിയ ആ കുട്ടിക്ക് ഒരു 1 മാർക്കും കൂടെ കിട്ടിയ എത്ര മാർക്കായി? ഒരു 3 digit നമ്പറായി, അല്ലേ. ഏതാണ് ആ 3 digit നമ്പർ? 100. If she got 1 more mark, what would it become? എത്ര മാർക്കാവും അവിടെ? എത്ര മാർക്കാവും? അവൾക്ക് 100 മാർക്ക് ആവുമായിരുന്നു. എന്നാൽ ഇപ്പം ഉണ്ടോ? ഇല്ല. ഇപ്പം എത്രയേ ഉള്ളൂ? 99 ഉള്ളൂ. അപ്പം 99 and 1 is equal to 100. That is 99 plus 1 is equal to 100. താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. 99ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? എത്ര കിട്ടും? 100 കിട്ടും. ഇനി 99 എന്ന് പറയുന്നതിൽ എത്ര ടെൻസ് ഉണ്ട്? 99. 9 tens 90 പ്ലസ് 9 ones 99. ഓക്കെ. അതാ അവിടെ ഒരു മഞ്ഞ ബോക്സിൽ കൊടുത്തിട്ട് 9 tens and 9 ones is 99. 99 എന്ന് പറയുന്നത് 9 10ഉം അതുപോലെ 9 1ഉം ചേർന്നതാ. 9 tens and 9 ones is 99. 9 tensഉം 9 onesഉം ചേർന്നതാണ് എന്തെന്ന്? 99 എന്ന് പറയുന്നത്. മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി നോക്കിയേ, 100 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 9 tens and 9 ones ചേർന്ന 99നോട് നമുക്ക് 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 100 കിട്ടും, അല്ലേ. 99നോട് 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 100 കിട്ടും. അപ്പോൾ 100ൽ എത്ര ടെൻസ് ഉണ്ട്? എത്ര 10 ഉണ്ട്? താഴെ കൊടുത്തിട്ടതാ 10 times 10 ആഡ് ചെയ്യണം. ഓക്കെ. 10 plus 10 plus 10 plus 10 plus ഇങ്ങനെ 10 times ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പോൾ 100നകത്ത് എത്ര ടെൻസ് ഉണ്ട്? 10 tens ഉണ്ട്. എന്നാൽ 99നകത്ത് എത്ര ടെൻസേ ഉള്ളൂ? 9 tens മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു 9 onesഉം കൂടി ഉണ്ട്. ആ 9 1ൻ്റെ കൂടെ ഒരു 1ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തപ്പോഴാണ് ടോട്ടൽ 10 tens ആയി 100 ആയത്. ഓക്കെ. മക്കൾക്ക് മനസ്സിലായോ? 99 എന്ന് പറയുന്നത്, മക്കളെ ഒന്നുകൂടെ ടീച്ചർ പറയാനേ, 99 എന്ന് പറയുന്നത് 9 tensഉം 9 onesഉം ചേർന്നതാ, അല്ലേ. 9 tensഉം 9 onesഉം ചേർന്നതാണ് എന്തെന്ന്? 99. ആ 99ൻ്റെ കൂടെ ഒന്ന് കൂട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടി. 100നകത്ത് എത്ര ടെൻസ് ഉണ്ട്? എത്ര 10 ഉള്ളത് 100നകത്ത്? 10 tens ആണുള്ളത്. അപ്പോൾ 10 tens are 100. ഇനി എങ്ങനെയൊക്കെ 100 കിട്ടുമെന്നാണ് നമ്മളിനി പഠിക്കുന്നത്. നോക്കിക്കോ, നടുക്കൊരു 100 അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടല്ലേ. അപ്പോൾ 100 എങ്ങനെയൊക്കെ കിട്ടും നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. അതിൽ 2 എണ്ണം മാത്രമേ തരാതുള്ളൂ. അത് ടീച്ചർ അവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. 90 plus 10. 90 plus 10, അല്ലേ. 90യോട് 10 കൂട്ടി എന്ത് കിട്ടും? 100 കിട്ടും. എന്നാൽ 99 plus 1 എന്താണ്? 100 ആണ്, അല്ലേ. 90 നമ്മളിപ്പോൾ പഠിച്ചു. 99നോട് 1 കൂട്ടി എന്ത് കിട്ടി? 100 കിട്ടി. 90യോട് 10 കൂട്ടി എന്ത് കിട്ടി? 100 കിട്ടി. 80യോട് 20 കൂട്ടി എന്ത് കിട്ടും? 100 കിട്ടും. 50 plus 50 എത്രയാണ്? 100 ആണ്. 95 plus 5 എന്താണ്? 100 ആണ്. സ്മോളസ്റ്റ് 3 digit നമ്പറാണ് ഇത് 100. മനസ്സിലാവുന്നുണ്ടോ? സ്മോളസ്റ്റ് 3 digit നമ്പറാണ് ഇത് 100. ഡൗട്ടില്ലല്ലോ? സ്മോളസ്റ്റ് 3 digit നമ്പറാണ് ഇത് 100. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. താഴെ ഒരു ബോക്സിനകത്ത് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. 50, 60, 70, 80, 90, 100 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50ൽ എത്ര ടെൻസ് ഉണ്ട്? 60ൽ എത്ര ടെൻസ് ഉണ്ട്? അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം ഓക്കെ. 50 5 tens ഉണ്ട്. 5 tens are 50.
6 tens are 60, 7 tens are 70, 8 tens are 80, 9 tens are 90, 10 tens are 100. ഓക്കെ, 10 ടെൻസ് ചേർന്ന 100, 5 10 ഉള്ളെങ്കിൽ അത് 50, 6 ടെൻസ് ആണെന്നുള്ളതെങ്കിൽ അത് 60, 7 ടെൻസ് ആണെന്നുള്ളെങ്കിൽ 70, 8 ടെൻസ് ആണെങ്കിൽ 80, 9 ടെൻസ് ആണെങ്കിൽ 90, 10 ടെൻസ് ആണെങ്കിൽ എന്താണ് 100. മനസ്സിലായോ? അപ്പോൾ ഇത്രയും മക്കൾക്ക് മനസ്സിലായോ? ഇനി നമ്മൾ 100ൻ്റെ അടുത്തത് നെക്സ്റ്റ് എന്താണ് എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ടീച്ചർ പറ്റുവാണെങ്കിൽ ഈവനിങ് ഒരു വീഡിയോയും കൂടെ ഇടാൻ ശ്രമിക്കാം, പറ്റുമോയെന്നറിയില്ല. അപ്പോൾ മാക്സിമം നമുക്ക് സ്കൂൾ തുറക്കാനായി, വെക്കേഷൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് മക്കളൊന്ന് പഠിച്ചിട്ടൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം, ഈ ചാപ്റ്റർ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇന്നോ നാളെയോ ആയിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇതുവരെ മക്കളൊന്ന് ഇപ്പം നോക്കുക. ഓക്കെ, ഇപ്പം തന്നെ വീഡിയോ കാണുക, ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.